കുറേ ആൾക്കാർ പറയുന്നത് കേട്ടു ബിഗ് ബോസിൽ. ഇപ്പം ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഫൈറ്റേഴ്സ് എന്ന രീതിയിൽ അവരാരും മോശം എന്നതല്ല എൻ്റെ ഫോക്കസ്. എനിക്ക് എപ്പോഴും ഇഷ്ടം എന്നെ തോൽപ്പിക്കുന്ന ആൾക്കാരെയാണ്. എങ്കിലും എനിക്ക് ജയിക്കാനുള്ള ഒരു കുറച്ചുകൂടെ ഞാൻ എനർജറ്റിക് ആവുന്നത് എപ്പോഴാണ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്തും അങ്ങനെയാണ്. ഞാൻ പന്ത് എറിയുമ്പോൾ വിക്കറ്റ് ആവുന്ന ഒരു ബാറ്റ്സ്മാനെക്കാട്ടി ഇഷ്ടം എന്നെ സിക്സ് അടിക്കുന്ന ഒരു ബാറ്റ്സ്മാനെതിരെ പന്ത് എറിയാനാണ് ഇഷ്ടം. അയാൾക്കെതിരെ പന്ത് എറിയുമ്പോഴേ ഞാനൊരു ബെറ്റർ ബോളർ ആവത്തുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നേരത്തെ ഔട്ടായ ബാറ്റ്സ്മാൻ മോശം എന്നുള്ളതല്ല. അത് കണക്കാണ് ഹൗസിലും. ഈ ഹൗസിൽ വന്ന എല്ലാവരും ഗംഭീര പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷേ അവരൊക്കെ എന്തുകൊണ്ട് അതിനകത്ത് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർ പുറത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ഫ്രീഡമോ അല്ലെങ്കിൽ മൈൻഡിൻ്റെ എന്താ ഒരു വൈബോ ഒന്നും അകത്ത് വന്നാൽ കിട്ടത്തില്ല. അതൊരു 1 വീക്ക്. ഇപ്പോൾ ഹനാൻ എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം എടുത്ത് നോക്കൂ. ഹനാൻ എത്രത്തോളം എനർജറ്റിക് ആണ് പുറത്ത്, എത്രത്തോളം മനോഹരമായിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. 2 ദിവസമായപ്പോൾ തന്നെ ഹനാനെ അവിടുത്തെ സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഒമർ ആരും എന്തും അഭിപ്രായം പറയാൻ ഒരു മടിയില്ലാത്തതാണ് ഒമർ. അയാൾക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അയാൾ സത്യസന്ധമായിട്ട് അഭിപ്രായം സംസാരിക്കും. പേഴ്സണലി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയുമാണ് ഒമറിനെ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു നല്ല മനുഷ്യനാണ് അയാൾ. അപ്പം ഒമറിനകത്ത് വന്നപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്കിപ്പോൾ ഇവിടെ അടുത്ത് വളരെ നിസ്സാരമായിട്ട് ഇപ്പോൾ ലക്ഷ്മിക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാന്നൊക്കെ പെട്ടെന്ന് പറഞ്ഞേക്കാം. പക്ഷേ അല്ല പല ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് പോയിട്ട് സർവൈവ് ചെയ്യുക എന്ന് പറയുന്നിടത്താണ് സക്സസ്.